കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി വഴി വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികളെ ഹഠാതാകർഷിച്ച് ഹൃദയ സായുജ്യമണിയിക്കുന്നതാണ് താമരശ്ശേരി ചുരം. വളഞ്ഞും പുളഞ്ഞുമുള്ള പാതകളിലൂടെ വയനാടൻ മാമലകളെ കീഴ്പ്പെടുത്തി ചുരത്തിൻ്റെ ഉച്ചയിലെത്തുമ്പോൾ നൽകുന്ന ആകാശ കാഴ്ച സഞ്ചാരികൾക്കൊരിക്കലും വിസ്മരിക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിക്കും. ഈ ആകാശ കാഴ്ചയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ പല പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും മനോഹരമായ ദൃശ്യങ്ങൾ കാണാനും ആസ്വദിക്കാനും സാധിക്കും. വൈദേശികാധിപത്യത്തിൻ്റെ കരാളഹസ്തങ്ങൾ വയനാടൻ മലമടക്കുകളെയും വാരി പുറത്തെടുത്തു. ഗിരിശൃംഗങ്ങളെ കീഴടക്കി ആദിമവാസികൾ നടത്തിയ ജീവിത രീതികളെയും ഉൽപ്പന്നങ്ങളെയും അപഹരിക്കാൻ ബ്രിട്ടീഷുകാർ മലമടക്കുകൾ താണ്ടി എത്തിച്ചേർന്നത് കരിന്താണ്ടൻ എന്ന ആദിവാസിയുടെ സഹായത്തോടെയായി. കാടും മലയും താണ്ടി വെള്ളക്കാരൻ ചുരത്തിലെ എളുപ്പമാർഗം ആദിവാസിയുടെ കയ്യിൽ നിന്നും പഠിച്ചു. ചുരത്തിലെ എളുപ്പവഴി കാണിച്ചു കൊടുത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ കരിന്താണ്ടനെ ഈ സ്ഥലത്ത് വെച്ച് ഇല്ലായ്മ ചെയ്തുവെന്നാണ് ഐതിഹ്യം. കരിന്താണ്ടന്റെ ഓർമ്മകൾ ബാക്കി വെച്ച് സാത്താന്റെ ചങ്ങലയായി ഈ മരം ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നു. താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് പ്രവേശിച്ചാൽ ലക്കിടി കഴിഞ്ഞ് ഏതാനും കിലോമീറ്റർ അകലെ ഇടതുവശത്തോട്ടു ചേർന്നുള്ള റോഡിലൂടെ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നതാണ് പൂക്കോട് തടാകം. 13 ഏക്കർ സ്ഥലത്ത് വിസ്തൃതമായി കിടക്കുന്ന ശുദ്ധജല തടാകമാണിത്. സഞ്ചാരികളെ ആകർഷിക്കുന്ന ബോട്ട് സർവീസ്, മ്യൂസിയം, പ്രകൃതി വ്യഞ്ജന വസ്തുക്കളുടെ വിപണന കേന്ദ്രം തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ്. വൈത്തിരിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറയോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമാണ് ബാണാസുര ഡാം. സഞ്ചാരികൾക്ക് സന്തോഷം പകരുന്ന നിരവധി വർണ്ണ കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വിശാലമായ ഡാം സൈറ്റിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ഏറ്റവും ആകർഷകം. ശിലായുഗത്തിൽ അവശേഷിപ്പുകൾ ബാക്കിയാക്കി വിശാലമായ പാറക്കെട്ടുകൾക്കുള്ളിൽ നിരവധി കൊത്തുലിഖിതങ്ങളാൽ അലങ്കൃതമായ മഹത്തായ ചരിത്രശേഷിപ്പാണ് എടക്കൽ. അമ്പലവയലിനടുത്ത അമ്പുകുത്തിമലയിൽ ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട വിടവിൽ മുകളിൽ നിന്ന് വീണുറച്ച പടുകൂട്ടൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹ സൃഷ്ടിച്ചത്. ചാലിയാറിൻ്റെയും കബനിയുടെയും വൃഷ്ടിപ്രദേശത്ത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന്
2100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചേമ്പ്രമല വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഗിരിനിരയാണ്. മേപ്പാടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രകൃതി സുന്ദരമായ മലനിരകളിൽ ട്രെക്കിങ്ങിനും മറ്റും ഫോറസ്റ്റ് അധികൃതർ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. കൊടുമുടിയുടെ ഉച്ചിയിലെത്തിയാൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഹൃദയ സരസ് എന്നറിയപ്പെടുന്ന തടാകം ഈ മലയെ ആശ്ചര്യപൂർണമാക്കും. മേപ്പാടിയിൽ നിന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സഞ്ചാര കേന്ദ്രമാണ് പ്രകൃതി രമണീയമായ മലമടക്കുകളിൽ സഞ്ചാരികളുടെ ഹൃദയം കവരുന്ന ഏകദേശം 100 മുതൽ 300 അടി വരെ ഉയരത്തിൽ നിന്ന് താഴോട്ട് വന്നു പതിക്കുന്ന സുന്ദരമായ വെള്ളച്ചാട്ടം. സൂചിപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് സാഹസിക ബോട്ട് സർവീസും സാഹസിക മലകയറ്റവും സഞ്ചാരികൾ തിരഞ്ഞെടുക്കും. ബത്തേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രാപരികൾ കർണാടക ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് വന്യജീവികളുടെ സങ്കേത കേന്ദ്രമായ മുത്തങ്ങ. വന്യജീവികളായ ആന, പുള്ളിമാൻ, കാട്ടുപോത്ത്, കരടി, കടുവ, പുലി തുടങ്ങിയ നിരവധി വന്യജീവികളുടെ വാസകേന്ദ്രമാണ്. സഞ്ചാരികളുടെ സുരക്ഷിതത്വവും സൗകര്യവും പരിഗണിച്ച് വനപാലകർ ട്രക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. മാനന്തവാടിയിൽ നിന്ന് 17 കിലോമീറ്റർ അകലെ കബനി നദിയുടെ പോഷക നദിയായി സ്ഥിതി ചെയ്യുന്ന ഏകദേശം 950 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപുകളുടെ സമൂഹമാണ് കുറുവാ ദ്വീപ്. പ്രകൃതി രമണീയമായ വന്യജീവികളുടെ സങ്കേത കേന്ദ്രമായ നിരവധി ഔഷധ ചെടികളും വൈവിധ്യങ്ങളായ പക്ഷി മൃഗാദികളും വളരുന്ന ഈ പ്രദേശത്തിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് ഹൃദയഭേദകമായി. ചങ്ങാടത്തിലൂടെയും വഞ്ചികളിലൂടെയും അക്കരെ പറ്റുന്ന സഞ്ചാരികൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹരിതാപം തൂങ്ങി നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. വൈവിധ്യങ്ങളായ ഔഷധച്ചെടികളും വൈവിധ്യങ്ങളായ പക്ഷി പർവ്വതാനികളും നയനാനന്ദകരമായ ആസ്വാദ്യമൊരുക്കുന്ന ഈ പ്രദേശം വയനാട്ടിലെ തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ച മാനന്തവാടിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെ കർണാടക അതിർത്തി പ്രദേശത്ത് ബ്രഹ്മഗിരി ഗിരിശൃംഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മലനിരകളിൽ അലങ്കൃതമായി നിൽക്കുന്നതാണ് പക്ഷിപാതാളം. വൈവിധ്യങ്ങളായ ദേശാടനക്കിളികളുടെയും നിരവധി പറവകളുടെയും വാസകേന്ദ്രമായ ഈ പ്രദേശം നിരവധി പക്ഷി നിരീക്ഷണ പഠനങ്ങൾക്കും പ്രകൃതി പഠനങ്ങൾക്കും വിധേയമായി. ഹൈന്ദവരുടെ വിശുദ്ധ കേന്ദ്രമായ തിരുനെല്ലിയിലെ
വിഷ്ണു ക്ഷേത്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മലനിരകളിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഈർപ്പു വെള്ളച്ചാട്ടവും സഞ്ചാരികൾക്ക് ആകർഷണീയമാണ്. ഗിരിനിരകളുടെ ചരിത്ര അവശേഷിപ്പുകൾ ബാക്കി നിർത്തി ഇനിയും നിരവധി സഞ്ചാര കേന്ദ്രങ്ങൾ വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സന്തോഷദായകമായ നയനാനന്ദകരമായ അനുഭൂതി നൽകുന്നതാണ്. ഇനിയും ഈ സഞ്ചാരികളുടെ സ്വർഗ കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന പ്രകൃതിയുടെ വൈവിധ്യങ്ങളായ വസ്തുതകളെയും നിരീക്ഷണങ്ങളെയും തിരിച്ചറിഞ്ഞ് ഭൂമിയിലെ കേരളത്തിൻ്റെ ഈ സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.